പിന്നെ ഞാൻ തിരിച്ച് കയറി കിട്ടോ. പിന്നെ ഫുള്ള് തിരക്ക്, ആ ഒരു സമയത്ത് തിരക്കായതുകൊണ്ട് പിന്നെ മഞ്ഞും എല്ലാം വന്നല്ലോ, അപ്പോൾ ഫുള്ളായിട്ട് ടൈറ്റായി. അതുകൊണ്ട് പിന്നെ ഞാൻ ആ സമയത്ത് വിളിക്കാതിരുന്നത്. ഞാൻ ഏതായാലും ടൊറൻറ്റോയിലേക്ക് തിരിച്ച് കയറി. ഏതായാലും കാണാം, എപ്പോഴെങ്കിലും ഒരിക്കലും മീറ്റ് ചെയ്യുക. ഇനി 4 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കേറ്റോ നോക്കട്ടെ. പിന്നെ ഏതെങ്കിലും ഇതുണ്ടാകുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറുന്നുണ്ട്. ഏതായാലും വിളിക്കാം. എന്തൊരു ഭയങ്കര ഒരു ഹറിബറി ആയി പോയത് കൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ വിളിക്കാതിരുന്നായിരുന്നു. ശരിയേ. ഹലോ, അസ്സലാമു അലൈക്കും. എങ്ങനെ ഉണ്ടായിരുന്നു മഞ്ഞൊക്കെ? ആടാ, എങ്ങനെ? ആ, ഓക്കെ 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 ഓക്കെ, ശരി. ആ, അപ്പോൾ അതെ അതെ. അപ്പോൾ ഞാൻ ടൊറൻറ്റോ കയറി കേട്ടോ. ഒരു തിരക്കായിരുന്നു, പിന്നെ അതുകൊണ്ടാണ് പിന്നെ വിളിക്കാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നമ്പർ, താത്തൻ്റെ നമ്പർ ഓൾറെഡി ഉണ്ട്. താത്തൻ്റെ പേര് ഞാൻ മറന്നു പോയി. അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ നമ്പർ ഞാൻ കൊടുക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടേ. ആ, ഓ ഓ, ശരി ശരി, ഓക്കെ ഓക്കെ. ആ, ശരി. ആ പിന്നെ ഒന്നാമത് മഞ്ഞും എല്ലാം കൂടെ ആയതുകൊണ്ട് പിന്നെ ഞാനും തിരക്കായിപ്പോയി. അതുകൊണ്ട് പിന്നെ ഒരു എപ്പോഴെങ്കിലും കാണല്ലോ. പിന്നെ റൂമിൻ്റെ ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ റെഡിയായി. പിന്നെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ആ ഏരിയ തന്നെയാണ്. അതെ. ആ ആ, ഓക്കെ ശരി, ഓക്കെ. അതെ, ഏതായാലും കാണാം ഇൻഷാ അള്ളാ. എപ്പോഴെങ്കിലും കാണാം. ഓക്കെ ഓക്കെ, ബൈ. പിന്നെ ഞാൻ ഫയൽ മാറ്റി ഇത് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്കിനി കുറച്ചും കൂടെ ദിവസങ്ങളിൽ തിരക്കുണ്ടാവുമെന്ന് വിചാരിക്കും. ഈ മാസം കൂടെ ചിലപ്പോൾ മിക്കവാറും തിരക്കായിരിക്കും. നിങ്ങളെ അസുഖം എന്തായി, ശരിയായോ? ഞാൻ ഭയങ്കര ഒരു ടൈറ്റ് എന്നുള്ള സിറ്റുവേഷനിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. പല വർക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആകെ ഒന്നും അനങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അവിടുന്നും പ്രഷർ, ഇവിടുന്നും പ്രഷർ, പല പ്രഷറുകളുടെയും ഒരു നടുവിലായിരുന്നു. ഈയൊരു ക്ലയൻറ്റ് തന്നെ കുറേ നമുക്ക് ഒരു പ്രോമിസ് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനത്തെ ആയിക്കഴിഞ്ഞാൽ അതൊരു മോശമല്ലേ.
ഏതായാലും താങ്ക് യു. എന്തെങ്കിലും ഒന്ന് ആയി ടോട്ടലി ഇതല്ല, എനിക്കൊരു ഇതുണ്ട് മീൻസ്, പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ സാഹചര്യങ്ങളും കാര്യങ്ങളും അല്ലേ. നിങ്ങളേതായാലും പിന്നെ ഫുള്ള് റിക്കവറായിട്ട് ഒന്ന് അറിയിക്കും കേട്ടോ, ഞാൻ വിളിക്കണ്ട്. വേറെ ഇപ്പം എന്താ അവസ്ഥ? നിങ്ങൾ ആ പ്രൊജക്റ്റിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് അറിയിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും വർക്ക് നോക്കട്ടെ. പക്ഷേ ഈ ഒരു ഇത് ആയിക്കഴിഞ്ഞാൽ ആകെ പെട്ടുപോവുക കഴിഞ്ഞു. കാരണം അങ്ങനെ ഇങ്ങനെ നോക്കി തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള അത് ഓരോ സാഹചര്യങ്ങളും സംഗതികളൊക്കെ ആണ്, നമുക്ക് തടുക്കാൻ പറ്റുന്നതല്ല. പക്ഷേ അത് ഭയങ്കരമായിട്ട് പ്രഷർ. കാരണം ഞാൻ വേറെയും വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാം കൂടെ സാധാ വർക്കിന് പുറമെ വേറെയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ പാക്ഡാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിലിരിക്കണോ, അതായത് ഈ അറബിക് കംപ്ലീറ്റ് ചെയ്യാൻ ഇരിക്കണ്ടേ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ. കാരണം നിങ്ങളും അവിടെ വർക്ക് ചെയ്യുക, ഞാനും ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ടൈം വേസ്റ്റും എല്ലാം കൂടെ അല്ലേ. അപ്പോൾ ഏതായാലും ഒരു രീതിയിൽ ഇതായിട്ടുണ്ട്. പിന്നെ അവരെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്ക് ഏതായാലും നോക്കാം, അറിയില്ല എത്രത്തോളം എന്നുള്ള. ശരി, നിങ്ങൾ ഏതായാലും ഫ്രീ ആകുമ്പോൾ പറയട്ടെ. ഈ ആഴ്ച എന്തായാലും ഞാൻ തിരക്കായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പം ഏതായാലും ഫെബ്രുവരി വിളിക്കുക. ആ സമയത്തേക്ക് നിങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആവുമെന്ന് വിചാരിക്കുന്നത്.